ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ ഫയൽസ് ആൻഡ് രജിസ്റ്റേഴ്സ് കൺസ്ട്രക്ഷൻ ആൻഡ് കോൺട്രാക്ടിങ് സൈറ്റിൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഓഫീസിൽ സൂക്ഷിക്കേണ്ട ഫയൽസിനെയും രജിസ്റ്ററിനെയും കുറിച്ചുള്ള വീഡിയോകളായിരുന്നു കഴിഞ്ഞ 2 എണ്ണത്തിലായിട്ട് ചെയ്തിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും രണ്ടാമത്തെ വീഡിയോയിൽ ഫയൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പ്രധാനപ്പെട്ട 3 ഫയൽസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ് ഏത് വിധത്തിലാണ് ഫയൽ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇൻവെസ്റ്റ് ചെയ്യുന്ന കോൺട്രാക്ടിങ് ഫേമിനാണ് അല്ലെങ്കിൽ കോൺട്രാക്ടിങ് ടീമിനാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് കൂടുതലും ഉപകരിക്കുക അവർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ടീം അംഗങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വൺ, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ കോൺട്രാക്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു വർക്ക് എടുക്കുന്നത് മാത്രം ആൾക്കാരാണെന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. ഇൻവെസ്റ്റ് ചെയ്യുന്നവരും എല്ലാവരും, എല്ലാ ഇൻവെസ്റ്റേഴ്സും, അത് ക്ലയൻറ്റിൻ്റെ സൈഡായാലും കൺസൾട്ടൻറ്റിൻ്റെ സൈഡായാലും കോൺട്രാക്ടറുടെ സൈഡായാലും പ്രോപ്പർലി ഫയലിംഗ് എന്ന് പറയുന്നത്, പ്രോപ്പർലി ഡോക്യുമെൻ്റ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫയലുകൾ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല, ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫോർ എവരിബഡി. നമ്മൾ എന്തൊക്കെയാണ് ഫയൽ സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 3 ഫയലുകളെ കുറിച്ച്, അതായത് പ്രീ കോൺട്രാക്ട് ആൻഡ് ടെൻഡർ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സൂക്ഷിക്കണം, കോൺട്രാക്ട് ആൻഡ് ലീഗൽ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ, ഡ്രോയിങ് ആൻഡ് ഡിസൈൻ ഫയലിൽ എന്തൊക്കെ, അതിൻ്റെ ബ്രേക്കപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മെയിലായിട്ടോ അല്ലെങ്കിൽ കമൻറ്റിലോ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ അടുത്ത 4ാമത്തെ 5ാമത്തെ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ഫയൽസിനെ കുറിച്ചും സൈറ്റ് എക്സിക്യൂഷൻ ഫയൽസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. നമുക്ക് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ഫയൽസിനെ കുറിച്ചാണ് ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് പ്രോജക്റ്റ് ഷെഡ്യൂളാണ്. നമ്മളൊരു കോൺട്രാക്റ്റ് അവാർഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എടുക്കുന്ന പ്രോജക്റ്റിന് ഒരു ടൈം ലൈൻ ഫ്രെയിം ചെയ്തിട്ടുണ്ടാകും. അതായത് 1 വർഷത്തിനുള്ളിൽ തീർക്കാം, അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ തീർക്കാം. 100 കോടിയുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ 50 കോടിയുടെ പ്രോജക്റ്റ് ആണെങ്കിലും എന്ത് തന്നെ ആയാലും അതിനൊരു ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈം ഷെഡ്യൂളിൽ നമുക്ക് വർക്ക് അവാർഡ് ചെയ്ത ഉടനെ തന്നെ ആ ടൈം ഷെഡ്യൂളിൽ എങ്ങനെ പ്രോജക്റ്റ് തീർക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ബാർ ഗ്രാഫ് അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ പ്രേമവരയിലുള്ള ഒരു പ്രോജക്റ്റ് ലൈൻ, ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് ബേസ് ലൈൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഡീവിയേഷൻസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇനീഷ്യൽ കോൺട്രാക്റ്റിൽ പറഞ്ഞ 2 വർഷത്തിനുള്ളിൽ പ്രോജക്റ്റ് എങ്ങനെ തീർക്കാം എന്നുള്ള ഒരു ഷെഡ്യൂളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഷെഡ്യൂളിൽ പിന്നീട് മാറ്റം വരാം, അത് പിന്നീടുള്ളൊരു കാര്യമാണ്, അത് നമുക്ക് പിന്നീട് വീണ്ടും ഡിസ്കസ് ചെയ്യാം. സോ ബേസ് ലൈൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ടൈം ലൈനുള്ളിൽ വേറെ മറ്റ് കണ്ടീഷൻസോ മറ്റ് ഹിൻഡ്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ, എല്ലാ പ്രോജക്റ്റ് കണ്ടീഷൻസും മീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഈ പ്രോജക്റ്റ് എങ്ങനെ തീർക്കാം എന്നുള്ള ഒരു ഫസ്റ്റ് ലൈൻ പ്രോഗ്രാമിനെയാണ് ബേസ് ലൈൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ബേസ് ലൈൻ പ്രോഗ്രാം ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട്, ഹിൻഡ്രൻസ് ഉണ്ടാവാം, മറ്റുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം, ചിലപ്പോൾ നമുക്ക് മറ്റ് പ്രശ്നങ്ങളുണ്ടാവാം, പേയ്മെൻറ്റ് കിട്ടിയില്ലെന്ന് വരാം. ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. സോ പ്രോജക്റ്റ് ഷെഡ്യൂളാണ് ഫസ്റ്റ് ഫയൽ എന്ന് പറയുന്നത് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട്. പിന്നീട് ഡെയിലി, വീക്കിലി, മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് പ്രോജക്റ്റിന് അയക്കുന്നത് എപ്പോഴും സേഫാണ്. കാരണം ഈ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഏത് സമയത്ത് ഏത് വർക്കാണ് കംപ്ലീറ്റ് ചെയ്തതെന്നും ഏതിനെയാണ് ഹിൻഡ്രൻസ് വന്നത് എന്നൊക്കെയുള്ള ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വളരെ നന്നായിട്ട് നമ്മളെ സഹായിക്കും. റിസോഴ്സ് പ്ലാനിംഗ് ആണ് പിന്നെ ഉള്ളത്. ഷെഡ്യൂൾ ഈ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ പവർ പ്ലാൻ ചെയ്യാം, മെഷീനറി പ്ലാൻ ചെയ്യാം, മാൻ പവറിനുള്ള അക്കോമഡേഷൻ പ്ലാൻ ചെയ്യാം,
എത്ര മാൻ പവർ വേണം, എത്ര കാർപ്പൻറ്റേഴ്സ് വേണം, എത്ര ബാർബൻഡേഴ്സ് വേണം തുടങ്ങി, എത്ര MEP വർക്കേഴ്സ് വേണം തുടങ്ങി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് ഈ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ അണ്ടറിൽ വരും. അതൊരു സെപ്പറേറ്റ് ഡിവിഷൻ. HR ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേജർ കോൺട്രാക്ടിങ് കമ്പനികൾക്കൊക്കെ ഇങ്ങനെയൊരു HR ഡിവിഷൻ ഉണ്ടാവും. ഈ മെഷീനറി ഇതേപോലെ ഈ പല കാര്യങ്ങളും പൈലിങ് ചെയ്യാനാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിനുള്ള മെഷീനറിയും, ബാക്കിയുള്ള കോൺക്രീറ്റ് മിക്സിംഗ് ആണ് അതിനുള്ള മെഷീനറിയും, MEP വർക്കുകളാണ് അതിനാവശ്യമായ ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ, അതുപോലുള്ള മെഷീനറി, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതും സെപ്പറേറ്റ് ഒരു ടീം ഓഫ് ആൾക്കാരാണ്. ഇതും പ്ലാനിങ്ങിൻ്റെ അണ്ടറിൽ വരും. ഇനി ലുക്ക് അഹെഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്ലാനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഇന്ന് 5-ാം തീയതി ഒരു പ്ലാനിങ് ഉണ്ടാക്കുകയാണ്. ലുക്ക് അഹെഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2 ആഴ്ചത്തെ അല്ലെങ്കിൽ 3 ആഴ്ചത്തേക്കുള്ള അല്ലെങ്കിൽ 1 മന്തിലേക്കുള്ള പ്രോഗ്രാം ഉണ്ടാക്കും. അടുത്ത 2 ആഴ്ച കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഷെഡ്യൂള് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഓഫീസ് ഉണ്ടാക്കും. എന്നിട്ട് ആ ഷെഡ്യൂൾ അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നീട് വരുന്ന ഡിസ്കഷൻ. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പ്രോജക്റ്റ് നമുക്ക് ഷെഡ്യൂളിനനുസരിച്ച് തീർക്കാൻ പറ്റുള്ളൂ. അടുത്ത മേജർ ഫയലാണ് സൈറ്റ് എക്സിക്യൂഷൻ റെക്കോർഡ്. നമ്മൾ പ്രോജക്റ്റ് അവാർഡ് ചെയ്തു, വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പല ഡീറ്റെയിൽസും നമുക്ക് ഫയൽ ചെയ്യേണ്ടി വരും. അതിനുള്ള ഹെഡിങ് ആണ് സൈറ്റ് എക്സിക്യൂഷൻ റെക്കോർഡ്സ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് സൈറ്റ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ നമ്മൾ പലപ്പോഴും കൺസൾട്ടൻറ്റും ക്ലയൻറ്റും വെർബൽ ഇൻസ്ട്രക്ഷൻ നമുക്ക് സൈറ്റിൽ തരാറുണ്ട്. അല്ലെങ്കിൽ എൻജിനീയേഴ്സ് വന്നിട്ട് പല ഡ്രോയിങ്ങിലത്തെ കാര്യങ്ങളും കറക്റ്റ് അല്ലാത്തതോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്തോ തരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെർബൽ ഇൻസ്ട്രക്ഷനെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയാണ് സൈറ്റ് ഓർഡർ ബുക്ക് യൂസ് ചെയ്യുന്നത്. സൈറ്റ് ഓർഡർ ബുക്കിൽ എഴുതി കഴിഞ്ഞ് അത് ആസ് ഇക്വലൻ്റ് ആസ് എ ഓർഡർ കൺഫേംഡ് ഫോർ എക്സിക്യൂഷൻ. അതായത് എക്സിക്യൂഷന് ആ ഡോക്യുമെൻ്റ് വാലിഡാണ്, അത് ലീഗലിയും വാലിഡാണ് ആ ഡോക്യുമെൻ്റ്. ഡെയിലി സൈറ്റ് ഡയറി ലോഗ് ബുക്ക്, അതായത് സൈറ്റിൽ വരുന്ന ആക്ടിവിറ്റി, അതാത് ദിവസം വരുന്ന ആക്ടിവിറ്റി എൻ്റർ ചെയ്ത് വെക്കുന്ന ഡയറിയാണ് സൈറ്റ് ഡയറി എന്ന് പറയുന്നത്. അതായത് പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയേഴ്സ് ഓരോ ദിവസവും വരുന്ന ആക്ടിവിറ്റി എഴുതി റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ബുക്കാണ്. അതിൻ്റെയാണ് ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. സൈറ്റിലത്തെ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇതും ഫ്യൂച്ചറിൽ നമുക്ക് വളരെയധികം യൂസ് ഫയൽ ചെയ്യണം. വർക്ക് പ്രോഗ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഓരോ ദിവസത്തെ വർക്ക് പ്രോഗ്രസ് നമ്മൾ ഓൾറെഡി ഒരു ടാർഗറ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കഴിഞ്ഞ ഫയലിംഗ് അതാണ് പറഞ്ഞത്, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ആ ഷെഡ്യൂൾ അനുസരിച്ചാണോ അതല്ലെങ്കിൽ ലുക്ക് അഹെഡ് പ്രോഗ്രാം അനുസരിച്ചാണോ വർക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ് പ്രോഗ്രസ് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇതും നമ്മൾ ഓരോ ഷെഡ്യൂൾ പ്ലാനിങ് അനുസരിച്ചാണ് വർക്ക് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവസാനമുള്ള ഹിൻഡ്രൻസ് രജിസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് ഹിൻഡ്രൻസ് രജിസ്റ്റർ. പല ആർബിട്രേഷൻ കേസിലും ഈ രജിസ്റ്റർ ആർബിട്രേറ്ററെയും അല്ലെങ്കിൽ ആർബിട്രേഷനായിട്ട് പോകുന്ന ക്ലയൻറ്റിനെയും അല്ലെങ്കിൽ കൺസൾട്ടൻറ്റിനെയും അല്ലെങ്കിൽ കോൺട്രാക്ടറെയും പല വിധത്തിൽ സഹായിക്കുന്ന ഒരു രജിസ്റ്ററാണ് ഹിൻഡ്രൻസ് രജിസ്റ്റർ. അതായത് സൈറ്റിൽ എന്തൊക്കെ ഹിൻഡ്രൻസ് ഉണ്ടായി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് പോകേണ്ട രജിസ്റ്ററാണ് ഇത്. ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഹിൻഡ്രൻസ് രജിസ്റ്റർ കഴിയുന്നത്രയും ഡേറ്റ് വൈസ് ആയിട്ടായിരിക്കണം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതായത് ഫെബ്രുവരി മാസത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് മാർച്ചിൽ റെക്കോർഡ് ചെയ്യാം, പക്ഷേ മാർച്ചിൽ വന്ന ഇൻസിഡൻറ്റ് ഫെബ്രുവരി മാസത്തിന് പുറകിൽ വരരുത്. അതായത് ഒന്നിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കണം ഹിൻഡ്രൻസ് വരുന്നത്, ആ രജിസ്ട്രേഷൻ എൻട്രി വരുന്നത്. ഒരു ഹിൻഡ്രൻസ് ഉണ്ടായിട്ട് അതിൻ്റെ പ്രീവിയസ് ഡേയ്സിൽ കൊണ്ടുപോയിട്ട് എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് പല ആക്ടിവിറ്റി എൻ്റർ ചെയ്തിട്ട് പിന്നീട് എൻ്റർ ചെയ്യാനോ സാധിക്കില്ല. ഹിൻഡ്രൻസ് രജിസ്റ്റർ ഹാസ് ടു ബി അപ്ഡേറ്റഡ് ഓൺ ഡെയിലി ബേസിസ് അല്ലെങ്കിൽ ആസ് ആൻഡ് വെൻ ഹിൻഡ്രൻസ് ഒക്കേഴ്സ് എന്നാണ് പറയുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഹിൻഡ്രൻസ് രജിസ്റ്റർ കൃത്യമായിട്ട് കോൺട്രാക്ടർ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സൈൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സൈറ്റ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജേഴ്സിനുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻറ്റുമാണ് ഈ ഡിലേ എൻ്റർ ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ ബേസ് ലൈൻ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. ഈ ബേസ് ലൈൻ പ്രോഗ്രാം റീവർക്ക് ചെയ്യണമെങ്കിൽ ഈ ഡിലേയ്സും ഇഷ്യൂസും റെക്കോർഡ് ചെയ്ത ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ വേണം. ഈ ഹിൻഡ്രൻസ് രജിസ്റ്റർ വെച്ചിട്ട് ഉദാഹരണത്തിന് മഴ പെയ്തു,
നല്ലൊരു മഴയാണെങ്കിൽ നമുക്ക് ആർക്കും ഒരു കോൺട്രാക്ടർക്കും ആർക്കും പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ചിലപ്പോൾ ഒരു 100 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ 100 വർക്കേഴ്സും ഐഡിയലായി പോകും. പുറത്ത് നമ്മൾ പൈലിംഗ് സമയത്തോ അല്ലെങ്കിൽ ഫുഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരാൾക്കും പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു ഹിൻഡ്രൻസ് ആണ്. ചിലപ്പോൾ 5-10 ദിവസം കണ്ടിന്യൂസ് മഴയുണ്ടാവും. അല്ലെങ്കിൽ പണ്ട് കുറച്ച് കാലം മുമ്പ് കോവിഡ് വന്നിരുന്നു. കോവിഡ് എല്ലാവരെയും വർക്കിനെ ഹാമ്പർ ചെയ്തിരുന്നു. പ്രോപ്പറായിട്ട് ഹിൻഡ്രൻസ് രജിസ്റ്റർ റെക്കോർഡ് ചെയ്തവർക്കൊക്കെയും അതിൻ്റെ എക്സ്റ്റൻഷൻ ഓഫ് ടൈം കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെയാണ് ഏതൊരു ഹിൻഡ്രൻസും. ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പൈലിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫുഡിങ് ചെയ്യുന്ന സമയത്ത് ഒരു റോക്ക് വരികയാണ്. അത് നമുക്കൊരു ഹിൻഡ്രൻസ് ആണ്. ആ വർക്കിൻ്റെ പാത്തിലൊരു ഹിൻഡ്രൻസ് വരികയാണ്. അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈൻ വരികയാണ് അവിടെ. അല്ലെങ്കിൽ ഒരു KSEBയുടെ ഇലക്ട്രിക്കൽ പോസ്റ്റ് നിൽക്കുകയാണ്. നമുക്കത് മാറ്റാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു ഹിൻഡ്രൻസ് ആണ്. ഇങ്ങനെയുള്ള എനി ഹിൻഡ്രൻസ് ക്യാൻ ബി രജിസ്റ്റേർഡ് ഇൻ ദ ഹിൻഡ്രൻസ് രജിസ്റ്റർ. ഫ്രണ്ട്സ്, ഈ വീഡിയോയും വളരെ കൂടുതൽ സമയം, ഏകദേശം 10 മിനിറ്റിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞു. 2 ഫയലിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയത്. അടുത്ത വീഡിയോയിൽ വീണ്ടും ബാലൻസ് ഇനിയുള്ള 2 ഫയലിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഹിൻഡ്രൻസ് രജിസ്റ്ററിനെ കുറിച്ചും ബേസ് ലൈൻ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അടുത്ത വീഡിയോയിലും ഇനി വരുന്ന വീഡിയോയിലും അതൊക്കെ നമുക്ക് കവർ ചെയ്യാം. തൽക്കാലം നിർത്തുന്നു. എഞ്ചിനീയേഴ്സ് ഡെസ്ക് എന്ന ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഫയലിങ്ങിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ. താങ്ക് യു.